ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സാധാരണ അതായത് ഒരു വില കുറഞ്ഞ ഒരു മൊബൈൽ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ അതിലുണ്ടാവുക ചിലപ്പോൾ 2 GB ഒക്കെ ഇൻറ്റേർണൽ മെമ്മറി ആയിരിക്കും. അങ്ങനെയുള്ളൊരു ആൻഡ്രോയിഡ് ഫോണിൽ നമ്മൾ ധാരാളം ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഒന്ന് ഹാങ് ആവാനൊക്കെ സാധ്യത കൂടുതലുണ്ട്. അതിൽ സ്വല്പം വലിയും മെമ്മറിയൊക്കെ. അതുകൊണ്ട് സാധാരണ ആപ്ലിക്കേഷനുകളൊക്കെ നല്ലതായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് അതിനൊരു പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സ്റ്റേണൽ അതായത് SD കാർഡ് മിനി SD കാർഡൊക്കെ നമ്മൾ മൊബൈലിൽ ഇടും. 8 GB 16 GB ഒക്കെ. അപ്പോൾ നമ്മൾ നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷനുകൾ SD കാർഡിലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഫയൽ നമ്മളിപ്പോൾ C ഡ്രൈവ് D ഡ്രൈവ് എന്നൊക്കെ കാണുന്ന പോലെ നമ്മുടെ ഇതിൽ നിന്നും, അതായത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്നും എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൻ്റെ മൊബൈലിൻ്റെ പെർഫോമൻസ് വ്യത്യാസപ്പെടും. അപ്പോൾ അതെങ്ങനെ മാറ്റാം എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില മൊബൈലുകളിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ട്, അതായത് നമ്മൾ മൊബൈൽ വാങ്ങുമ്പോൾ തന്നെ കുറേ ആപ്ലിക്കേഷനുകൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കും. അവയെ നമ്മൾ സിസ്റ്റം ആപ്ലിക്കേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അവയൊന്നും റൂട്ട് ചെയ്യാത്ത ഒരു ഫോണിൽ, അതായത് നമ്മുടെ പെർമിഷൻ കളയുന്നത്, അതായത് ചില റിസ്ട്രിക്ഷൻസ് ഉണ്ടാവും നമ്മളൊരു മൊബൈൽ വാങ്ങുമ്പോൾ എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ ചെയ്യരുതെന്ന്. അത് കമ്പനി സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അത് കളഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൻ്റെ വാറണ്ടി പോകും. അപ്പോൾ അങ്ങനെ ആ പെർമിഷൻ എടുക്കാത്ത, അതായത് റൂട്ട് ചെയ്യാത്ത മൊബൈലുകളിൽ സിസ്റ്റം ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യാനോ മൂവ് ചെയ്യാനോ ചിലപ്പോൾ പറ്റില്ല. പിന്നെ ആരെങ്കിലും റൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നെറ്റിൽ നോക്കി അതിൻ്റെ ഓപ്ഷനുകൾ നോക്കി ചെയ്യുക. നമ്മളിപ്പോൾ പറഞ്ഞു തരുന്നത് എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനുകൾ മൂവ് ചെയ്യിക്കാം. ഇപ്പോൾ എൻ്റെ മൊബൈൽ റൂട്ട് ചെയ്തതാണ്, അതുകൊണ്ട് നമുക്ക് ഫേസ്ബുക്ക് വരെ ഇതിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഇപ്പോൾ മൈക്രോമാക്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഫേസ്ബുക്ക് മൂവ് ചെയ്യിക്കാം. പക്ഷേ സാംസങ്ങിൽ ഒന്നും ഫേസ്ബുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുകയില്ല. അതിനായിട്ട് ചെയ്യേണ്ടത് സെറ്റിങ്സിൽ നിന്നും ആപ്സ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ കാണാൻ പറ്റും. അതിൻ്റെ സൈസ് കാണാൻ പറ്റും. അതുപോലെ നമുക്ക് വേണമെങ്കിൽ SD കാർഡിൽ കിടക്കുന്നത് കാണാൻ പറ്റും. ഏതൊക്കെയാണ് SD കാർഡിൽ കിടക്കുന്നതെന്ന് കാണാൻ പറ്റും. അതിൻ്റെ സൈസ് ഉണ്ടെങ്കിൽ സൈസ് കാണിക്കും. ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷനുകൾ ഏതൊക്കെയാണെന്ന് കാണിക്കും. നോക്കാം. നമുക്ക് ഫേസ്ബുക്ക് 50 MB കാണിക്കുന്നത് സെലക്ട് ചെയ്യാം. മൂവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മൂവ് ടു SD കാർഡ് എന്ന് കാണിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മളിവിടെ മൂവ് ടു SD കാർഡ് എന്നുള്ളതിൽ സെലക്ട് ചെയ്യുക. മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഓപ്ഷൻ മാറും. അപ്പോൾ അത് SD കാർഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അത് തിരിച്ച് വേണമെങ്കിൽ ഫോൺ മെമ്മറിയിലേക്ക് തന്നെ മാറ്റാം. അതിന് തിരിച്ച് മൂവ് ടു ഫോൺ കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമ്മളൊരു ആപ്ലിക്കേഷൻ സിസ്റ്റം മെമ്മറിയിലേക്കോ അല്ലെങ്കിൽ എക്സ്റ്റേണൽ മെമ്മറിയിലേക്ക് മൂവ് ചെയ്യിക്കാനുള്ള രീതി. ഈ വീഡിയോ suhruth.com കൂട്ടുകാർക്കായിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മലയാളത്തിലെ ഒരു പൂർണ്ണമായും മലയാളത്തിലുള്ള സോഷ്യൽ നെറ്റ്വർക്കാണ് suhruth.com. നിങ്ങൾ ഇതിൽ അംഗങ്ങളായിട്ടില്ലെങ്കിൽ അംഗങ്ങളാവുക. സ്പെല്ലിംഗ് എങ്ങനെയാണ്? SUHRTHU.com. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചുള്ള ധാരാളം അറിവുകൾ നമ്മൾ suhruth.com ഡെയിലി പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഫോൺ മെമ്മറിയിലേക്കും നമ്മുടെ SD കാർഡിലേക്കും മൂവ് ചെയ്യുന്ന രീതി ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ രീതി പറഞ്ഞു തന്ന രീതി ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.